പാളയം മാർക്കറ്റിലെ അനധികൃത കെട്ടിടം പൊളിച്ചു മാറ്റുന്നു. നഗരസഭയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. അല്ലമീൻ കോഴിക്കട, ഷാഹുൽ മട്ടൻകട എന്നിവയാണ് പൊളിക്കുന്നത്. സനിസ ശോഭാചന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. സനിസ, നടപടി അവിടെ പുരോഗമിക്കുകയാണോ? അതെ ഷാമിലി, ഇന്നലെ മേയർ ഇവിടെ പാളയം മാർക്കറ്റ് സന്ദർശിക്കാൻ വേണ്ടി വന്നിരുന്നു. ഇവിടെ അനധികൃതമായിട്ടുള്ള കെട്ടിടങ്ങളടക്കം എന്തു ചെയ്യണം, ഇവിടുത്തെ പ്രശ്നങ്ങൾ, പാളയം മാർക്കറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ പരിശോധിക്കാൻ വേണ്ടിയായിരുന്നു അദ്ദേഹം ഇവിടേക്ക് വന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് തന്നെ നടപടി ഉണ്ടായിരിക്കുകയാണ്. പാളയം മാർക്കറ്റിനുള്ളിലുള്ള അനധികൃതമായിട്ടുള്ള കെട്ടിടം അത് ഇപ്പോൾ പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. അല്ലമീൻ കോഴിക്കടയാണ് ആദ്യം പൊളിച്ചു മാറ്റിയത്. ഇതിൽ ഷാഹുൽ മട്ടൻ കട, അതുപോലെ ഈ കടകളൊക്കെ, ഈ പുറത്തായിട്ട് കാണുന്ന കടകളൊക്കെ പൊളിച്ചു മാറ്റുമെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടാതെ തന്നെ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ട് മാർക്കറ്റ് വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇപ്പോൾ താൽക്കാലികമായിട്ട് 2 കെട്ടിടങ്ങൾ ഈ കച്ചവടക്കാർക്ക് കച്ചവടം ചെയ്യാനൊക്കെ ആയിട്ട് താൽക്കാലികമായി 2 കെട്ടിടങ്ങൾ പണിതിട്ടുണ്ട്. എന്നാൽ ഇതിൽ വെന്റിലേഷനോ വൈദ്യുതിയോ മറ്റ് ഡ്രൈനേജ് സംവിധാനങ്ങളോ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടുത്തെ കച്ചവടക്കാർ വലിയ ബുദ്ധിമുട്ടിലാണ്. അതിനിടയിലാണ് ഇതിലേക്ക് പോകുന്ന വഴിയിൽ തന്നെ അനധികൃതമായിട്ട് ഇത്തരം കെട്ടിടങ്ങൾ, ഇത്തരം സ്റ്റോളുകൾ, ചിക്കൻ സ്റ്റോളുകളും അടക്കമുള്ളവയുള്ളത്. ഇത് ഇന്നലെ വന്ന് പരിശോധിച്ചപ്പോൾ മേയർ അടക്കം ഇത് കണ്ട് മനസ്സിലാക്കി ഇന്ന് തന്നെ ഒരു നടപടി എടുക്കാൻ വേണ്ടി അത് പൊളിച്ചു മാറ്റാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വന്ന് നഗരസഭ അധികൃതരും അതുപോലെ തന്നെ പോലീസും ചേർന്നാണ് ഇതിപ്പോൾ പൊളിച്ചു മാറ്റിയിരിക്കുന്നത്. ദൃശ്യങ്ങളിലൂടെ വ്യക്തമാണ്. ചിക്കൻ സ്റ്റോളിന്റെയും മറ്റ് സ്റ്റോളുകളുടെയും ഒക്കെ ഭാഗങ്ങളാണ് ഇപ്പോൾ പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ തന്നെ ഇവിടെ ഈ ചുങ്കം പിരിക്കലടക്കം, പണപ്പിരിവടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതടക്കം ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ അനധികൃതമായിട്ടുള്ള പണപ്പിരിവ് അടക്കം ഇവിടെ പാളയം മാർക്കറ്റിൽ നടക്കാൻ സമ്മതിക്കില്ല. കൂടാതെ തന്നെ കോർപ്പറേഷന് നിയമപരമായി നൽകേണ്ട വാടകയല്ലാതെ മറ്റ് പണമൊന്നും ആർക്കും നൽകേണ്ടതില്ല എന്നും ഇന്നലെ മേയർ വ്യക്തമാക്കിയിരുന്നു. ഇന്നലെ മേയറിന്റെ പരിശോധനയ്ക്ക് ശേഷം ആദ്യ നടപടി എന്നോളമാണ് ഷമിലി ഇപ്പോൾ ഇവിടുത്തെ അനധികൃതമായി പണിത കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുന്നത്. ശരി.